സാധാരണ രീതിയിലുള്ളൊരു മരണം മാത്രമല്ല, അങ്ങനെ സംഭവം സാധാരണ രീതിയിൽ മുസ്ലിം സമുദായത്തിൽ പ്രത്യേകിച്ചു തീ കൊടുത്ത് മരിക്കുക എന്നുള്ളതെല്ലാം വളരെ വളരെ അപൂർവ സംഭവങ്ങളിൽ ഒന്നാണ്. അങ്ങനെയൊരു സംഭവമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. ശരിയായ രീതിയിൽ ഫലപ്രദമായി പരിശോധിച്ചാൽ തിരുവള്ളൂരിലെ വയോധികന്റേത് കൊലപാതകം തന്നെയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കോൺഗ്രസ് നേതാവിന്റെ വീടിന് മുന്നിൽ തീക്കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരണപ്പെട്ട തിരുവള്ളൂരിലെ ഇബ്രാഹിം കുട്ടി ഹാജിയുടെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. DCC സെക്രട്ടറി DV സുധീർ കുമാറിന്റെ പഴങ്കാവിലെ വീട്ടിലെത്തിയാണ് ഇബ്രാഹിം ഹാജി തീ കൊളുത്തിയത്. സുധീർ ഉൾപ്പെടെയുള്ളവർ നടത്തുന്ന കടത്തനാട് ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിക്ഷേപിച്ച പണം തിരികെ ചോദിച്ച് ഇദ്ദേഹം പലതവണ സുധീർ ഉൾപ്പെടെയുള്ളവരെ സമീപിച്ചിരുന്നു. ഇതു സംബന്ധിച്ച് സഹകരണ രജിസ്ട്രാർക്ക് പരാതി നൽകിയിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവിലെ സുധീറിന്റെ വീട്ടിലെത്തിയ ഇബ്രാഹിം ഹാജി സംസാരത്തിന് പോലും നിൽക്കാതെ കയ്യിൽ കരുതിയ പെട്രോൾ ദേഹത്തൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇബ്രാഹിമിന്റെ മൃതദേഹം തിരുവള്ളൂരിലെ വീട്ടിലെത്തിച്ചു. അസ്വാഭാവിക മരണം എന്നുള്ളതല്ല സംഭവം, എല്ലാവർക്കും അറിയാം. വളരെയേറെ പ്രയാസകരമായൊരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയത്. ഒരു മനുഷ്യൻ്റെ ജീവിതകാലം മുഴുവൻ ശരീരത്തിൽ വെക്കുന്ന പണം മുഴുവൻ ഗൾഫിലുൾപ്പെടെ ജോലി ചെയ്തു അവിടെയുള്ളപ്പോഴും തിരിച്ചു വന്നപ്പോഴും വലിയൊരു സംഖ്യ ഇവരിൽ നിന്നുള്ള സൗഹൃദം ഉൾപ്പെടെ ചേർത്തുകൊണ്ടാണ് ഈ കൺസ്ട്രക്ഷൻ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് നിക്ഷേപിച്ചത്. നിക്ഷേപത്തിൻ്റെ ഭാഗമായിട്ട് ഉയർന്ന നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരൊക്കെ നിക്ഷേപ സമാഹരണം ഉദ്ഘാടനം ചെയ്യുകയും ഒരു വിശ്വാസ്യത നേടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണല്ലോ ആളുകൾ പണം നിക്ഷേപിക്കുന്നത്. അങ്ങനെ നിക്ഷേപിച്ചു, ഗൾഫിൽ ഉള്ളപ്പോഴും നിക്ഷേപിച്ചു, അതിന് ശേഷവും തിരിച്ചു വന്നപ്പോഴും കുറേ പണം നിക്ഷേപിച്ചു. പക്ഷേ ആ പണം ആവശ്യമുള്ള സന്ദർഭത്തിൽ തിരിച്ചു വരണം എന്ന് പറഞ്ഞ് ബന്ധപ്പെട്ടപ്പോൾ തിരിച്ചു കൊടുക്കാൻ തയ്യാറായില്ല. അപ്പോൾ ഇപ്രാവശ്യത്തെ അവരുടെ പ്രധാനപ്പെട്ട ചടങ്ങ് പരിപാടി കഴിഞ്ഞു. അതിനുശേഷം പണം കിട്ടണം എന്ന് വാശി പിടിച്ചു. പല പ്രാവശ്യമായിട്ട് സൂര്യകുമാറിന് കോൺഗ്രസിൻ്റെ സമുന്നത നേതൃനിരയിലുള്ളതാണ് അദ്ദേഹത്തെ പോയി കണ്ടു. കണ്ടപ്പോഴെല്ലാം പറഞ്ഞു, എനിക്ക് പണം തിരിച്ചു തരാതെ പറ്റില്ല, അങ്ങനെ പണം തിരിച്ചു കൊടുക്കുന്നില്ല, പലിശയും കൊടുക്കാതെ അവസ്ഥ വന്നു. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം പറയുകയും ചെയ്തെന്നാണ് പറയുന്നത്, എനിക്കിങ്ങനെയാണെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരും നിങ്ങളുടെ മുമ്പിൽ എന്ന് അദ്ദേഹം അതിന് മുമ്പ് തന്നെ പറയും. വീണ്ടും പോയി അന്വേഷിച്ചപ്പോഴാണ് പണം കിട്ടുന്നില്ല എന്ന അവസ്ഥ വന്നു. അപ്പോഴാണ് കയ്യിൽ കരുതിയിട്ടുള്ള പെട്രോൾ ഉപയോഗിച്ച് സ്വയം തീ വെച്ച് മരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. സാധാരണ രീതിയിലുള്ളൊരു മരണം മാത്രമല്ല, അങ്ങനെ സംഭവം സാധാരണ രീതിയിൽ മുസ്ലിം സമുദായത്തിൽ പ്രത്യേകിച്ചു തീ കൊടുത്ത് മരിക്കുക എന്നുള്ളതെല്ലാം വളരെ വളരെ അപൂർവ സംഭവങ്ങളിൽ ഒന്നാണ്. അങ്ങനെയൊരു സംഭവമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. അത് തീർച്ചയായും ഈ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ പെടുകാര്യത്തിൻ്റെ ഭാഗമായിട്ട് പണം മുഴുവൻ ധൂർത്തടിച്ച് കടത്തി. ഇബ്രാഹിം കുട്ടി ഹാജി മാത്രമല്ല, നിരവധി ആളുകൾ വേറെയുണ്ട്, അവർക്കും പണം തിരിച്ചു കിട്ടേണ്ടതുണ്ട്. അപ്പോൾ ഒന്നും ഇപ്പോൾ തിരിച്ചു കിട്ടുന്നതല്ല നില. ഇതാണിപ്പോൾ ഇതിലുള്ള സ്ഥിതി. സമഗ്രമായ അന്വേഷണം നടത്തണം. യഥാർത്ഥത്തിൽ കൊലക്കേസ് തന്നെ ചാർജ് ചെയ്യേണ്ടതാണ്. കാരണം വേറെ ഒരു കാരണത്തിലുമല്ല, പകൽ വെളിച്ചം പോലെ എല്ലാവർക്കും അറിയാം ഈ പണം തിരിച്ചു കിട്ടാത്തത് കൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. അപ്പോൾ മരണകാരണം യഥാർത്ഥത്തിൽ ഇവിടെ ഈ പറയുന്ന പണം തിരിച്ചു കിട്ടാത്ത ഒരവസ്ഥ സൃഷ്ടിച്ചവർക്കെതിരായി ഫലപ്രദമായ അന്വേഷണവും അതുപോലെ തന്നെ നിലപാടും സ്വീകരിക്കും. അതാണ് ഈ പോലീസ് തന്നെ അന്വേഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം വ്യക്തമാകുന്നത് തോന്നുന്നുണ്ടോ? അല്ല, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരല്ലേ അന്വേഷിക്കാൻ പറ്റില്ല. ഇപ്പം വേറെ സർക്കാർ മാറിയതുകൊണ്ട് മാത്രം ഇത് രാഷ്ട്രീയമാക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു കുടുംബത്തിന് വന്ന് ചേർന്ന ഏറ്റവും വലിയൊരു ദുരന്തമാണ് അല്ലേ. ഒരു കൺസ്ട്രക്ഷൻ ഭാഗമായിട്ടുള്ളൊരു സൊസൈറ്റി നന്നായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലായി. എല്ലാവരും കൂടി ചേർന്ന് അവിടെ നിക്ഷേപം സമാഹരിക്കുന്നു. നേതൃത്വ നിരയിലുള്ളവരെല്ലാം വരുന്നു. അവരെല്ലാം വിശ്വാസത്തോടുകൂടി പണം നിക്ഷേപിച്ചിട്ട് പണം തിരിച്ചു കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നം. അങ്ങനെ തിരിച്ചു കിട്ടണം എന്നുള്ള ആവശ്യം വെച്ചുകൊണ്ട് നന്നായിട്ട് ശ്രമിച്ചു, കൊടുക്കുന്നില്ല.
അപ്പോൾ പറഞ്ഞു ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന്. അത് കേട്ടിട്ടും കൊടുക്കുന്നില്ല. അവസാനം അതിൻ്റെ മുമ്പിൽ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളതാണ് ഉണ്ടായ പ്രശ്നം. ഈ സ്ഥാപനമായിട്ട് കോൺഗ്രസ് പറയുന്നത് PCC പ്രസിഡന്റ് ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഈ സ്ഥാപനം തുടങ്ങിയത് പോലും കോൺഗ്രസ് അറിഞ്ഞിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഇതെല്ലാം കോൺഗ്രസ് ആണെന്ന് എല്ലാവർക്കും അറിയാലോ. കോൺഗ്രസും ലീഗും ഒക്കെ ഉണ്ട്, എല്ലാവരും ചേർന്നുകൊണ്ട് തന്നെയാണ്. അതിലിപ്പോൾ സൊസൈറ്റി എന്ന് പറയുമ്പോൾ കോൺഗ്രസ് രജിസ്ട്രേഷനോ BJP രജിസ്ട്രേഷനോ CPM രജിസ്ട്രേഷനോ ഒന്നുമില്ല. സൊസൈറ്റിക്ക് വേറെ തന്നെ രജിസ്ട്രേഷനാണ്. ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് തന്നെയാണ് രജിസ്ട്രേഷൻ ഉള്ളത്. അത് അഫിലിയേറ്റഡ് കോൺഗ്രസുമാരും പറയലുണ്ടോ ഏതെങ്കിലും സൊസൈറ്റിയാണ്? അതവരെന്നെ സമ്മതിക്കുന്നുണ്ട്. കോൺഗ്രസ് നേതാവായതുകൊണ്ട് പോലീസ് അന്വേഷണം ശരിയായ രീതിയിൽ നടത്തണമെന്നാണ് പറയുന്നത്. ഞങ്ങൾ പറയുന്നത് കോൺഗ്രസ് ആണോ മാർക്സിസ്റ്റ് ആണോ നോക്കേണ്ട കാര്യമില്ല. ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സമഗ്രമായ അന്വേഷണം ഫലപ്രദമായി നടത്തണം. ഇതുപോലെ നിരവധി പരാതികളുണ്ട്. അവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് ഇതിൽ ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങളോടൊപ്പം ഞങ്ങളും ചേരുകയാണ്. അനുശോചനം അറിയിക്കുക.